വെൽക്കം ബാക്ക് ടു ബീറ്റാ സ്ക്വിറൽ. ഡിലീറ്റ് നമ്മൾ ഓൾറെഡി ഒരു ചെറിയൊരു ജാവാസ്ക്രിപ്റ്റ് ഫംഗ്ഷൻ ബൈൻഡ് ചെയ്തിരുന്നു. നമുക്ക് കൺസോളിൽ ഒന്ന് ചെക്ക് ചെയ്യാം. ഡിലീറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ എക്സിക്യൂട്ടഡ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ കാണിക്കും. പിന്നെ അതേപോലെ തന്നെ ഒരു ഡിലീറ്റ് എംപ്ലോയി ഡോട്ട് പി എച്ച് പി എന്ന് പറഞ്ഞൊരു ഫയലിലേക്ക് അത് നാവിഗേറ്റ് ചെയ്യും. അങ്ങനെ ഒരു ഫയൽ നമ്മൾ ഇതുവരെ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. നമ്മൾ അവിടെ നിന്നാണ് ആ ഫയൽ ഉപയോഗിച്ചാണ് നമ്മൾ ഡിലീറ്റ് പ്രോസസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇൻഡെക്സിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ ആ ഡിലീറ്റിൽ എന്താണ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാം. ഡിലീറ്റ് എന്ന് പറയുന്നത് ഒരു എ ടാഗ് ആണ്, എച്ച് ആണ്. അതായത് ആ ഫയലിലേക്ക് നാവിഗേറ്റ് ചെയ്യും, നമ്മൾ ആഡിന് കൊടുത്ത പോലെ തന്നെ. അപ്പൊ അതിൽ നാവിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൽ ഓൺ ക്ലിക്കും പിന്നെ ഒരു കൂടെ റിട്ടേൺ കൊടുത്ത് ജസ്റ്റ് ഫംഗ്ഷൻ വിളിച്ചു കഴിഞ്ഞ കാര്യമില്ല, റിട്ടേൺ കൂടെ കൊടുത്തിട്ടുണ്ട്. അതായത് ഇവിടെ റിട്ടേൺ ഫോൾസ് ആണ് കൊടുത്തെങ്കിൽ എന്ത് ചെയ്യും, ആ നാവിഗേഷൻ വർക്ക് ആവില്ല. ഉദാഹരണത്തിന് നമുക്ക് റിട്ടേൺ ഫോൾസ് എന്ന് കൊടുക്കാം. റിഫ്രഷ് ചെയ്തു, ഡിലീറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താവില്ല, ആ ലിങ്ക് വർക്ക് ആവില്ല, ലിങ്കിലേക്ക് നാവിഗേറ്റ് ആവില്ല. കാരണം എന്താണ്, അവിടുന്ന് ഫോൾസ് നമ്മൾ റിട്ടേൺ ചെയ്യും. അപ്പൊ എപ്പോഴാണ് ഇതിൽ ട്രൂ ആകുന്നത്, അപ്പൊ മാത്രമേ എന്താവുള്ളൂ, ആ പേജിലേക്ക് പോവുള്ളൂ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, ഡിലീറ്റ് ചെയ്യുന്നതിന്റെ മുമ്പ് കൺഫേം ചെയ്യണം ഡിലീറ്റ് ആക്കണോ വേണ്ടെന്നുള്ളത്. അപ്പൊ ഈ കൺഫേം ഫംഗ്ഷൻ നമ്മൾ ഓൾറെഡി ജാവാസ്ക്രിപ്റ്റ് എഴുതിയിട്ട് അതൊന്ന് കംപ്ലീറ്റ് ചെയ്യാം. ജസ്റ്റ് കൺസോളും ഓൾവേസ് നമ്മൾ റിട്ടേൺ ട്രൂ എന്നായിരുന്നു കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അതെന്താണ്, കൺഫേം എന്ന് പറയുന്ന ജാവാസ്ക്രിപ്റ്റ് ഉള്ള ഒരു ഫംഗ്ഷൻ ഉണ്ട്. അതിലേക്ക് അത് വിളിച്ച് അതിലേക്ക് ഒരു ടെക്സ്റ്റ് പാസ് ചെയ്ത് ഒരു പോപ്പപ്പ് പോലെ വരും കൺഫേം ആക്കാൻ വേണ്ടിയിട്ട്. യെസ് അല്ലെങ്കിൽ നോ അല്ലെങ്കിൽ ക്യാൻസൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ അതിൽ നമ്മൾ കൊടുത്തു ആർ യു ഷുവർ യു വാണ്ട് ടു ഡിലീറ്റ് ദിസ് എംപ്ലോയി എന്ന് പറഞ്ഞൊരു ടെക്സ്റ്റും കൂടെ കാണിച്ചൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിട്ട് എന്നിട്ട് അതിന് അവിടെ റിട്ടേൺ കൊടുത്തു. അപ്പൊ ഇതിൽ നമ്മൾ യെസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ട്രൂ എന്ന് വരും. അതിൽ നമ്മൾ നോ അല്ലെങ്കിൽ ക്യാൻസൽ കൊടുത്തു കഴിഞ്ഞാൽ ഫോൾസ് ആയിരിക്കും വരും. അപ്പൊ ക്യാൻസൽ കൊടുത്തു കഴിഞ്ഞാൽ ലിങ്ക് വർക്ക് ആവില്ല. ഒന്നും കൂടെ റീഫ്രഷ് ചെയ്തു. റീഫ്രഷ് ചെയ്തിട്ട് ഡിലീറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആ കൺഫർമേഷൻ വന്നു. ആർ യു ഷുവർ യു വാണ്ട് ടു ഡിലീറ്റ് ദിസ് എംപ്ലോയി. ക്യാൻസൽ കൊടുത്തു കഴിഞ്ഞാൽ അത് റിട്ടേൺ ഫോൾസ് ആയിരിക്കും. അപ്പൊ ആ ലിങ്ക് വർക്ക് ആവില്ല. ഇനി ക്യാൻസൽ ഓക്കെ കൊടുത്തു കഴിഞ്ഞാലോ അത് ട്രൂ ആയിരിക്കും. ആ പേജിലേക്ക് നാവിഗേറ്റ് ചെയ്യും. അപ്പൊ പേജിൽ എത്തുമ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ ഐ ഡി ഒക്കെ ഉണ്ടോ നോക്കിയിട്ട് ഡിലീറ്റ് ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യണം. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അത് എക്സിക്യൂട്ട് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഡിലീറ്റ് ചെയ്യാനുള്ള ഫംഗ്ഷൻ എഴുതാം. അതായത് നമ്മൾ എംപ്ലോയി എന്ന് പറയുന്ന ഈ ഒരു കോഡിൽ നമുക്ക് ഡിലീറ്റ് ഫംഗ്ഷനും കൂടാണ് ഇനി കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. അപ്പൊ ഐ ഡി ഉപയോഗിച്ച് എന്ത് ചെയ്യണം, ഡിലീറ്റ് ഫ്രം എംപ്ലോയി വേർ ഐ ഡി ഈക്വൽ ടു നമ്മൾ പാസ് ചെയ്യുന്ന ഐ ഡി. അപ്പൊ ആ കണ്ടീഷൻ കൊടുത്തിട്ട് നമുക്ക് ആ കോഡ് അവിടെ ചെയ്യണം. അപ്പൊ ഡിലീറ്റിൽ നമ്മൾ കൊറി ഇതാണ്, കൊറി ഡിലീറ്റ് ഫ്രം എംപ്ലോയീസ് വേർ ഐ ഡി ഈക്വൽ ടു ക്വസ്റ്റ്യൻ മാർക്ക്. അപ്പൊ അത് കണക്ഷൻ പ്രിപ്പയർ ചെയ്തു. അതിൽ നമ്മൾ ബൈൻഡ് ചെയ്യണ ബൈൻഡ് പര ഒരു ഐ ഡി മാത്രം ബൈൻഡ് ചെയ്തു. എന്നിട്ട് എക്സിക്യൂട്ട് ചെയ്തു. ഓക്കെ ആണെങ്കിൽ ട്രൂ അല്ലെങ്കിൽ ഫോൾസ്. അപ്പൊ ആ ഫംഗ്ഷനാലിറ്റി നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. എംപ്ലോയി മോഡൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അത് എക്സിക്യൂട്ട് ചെയ്യാം. എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി ഡിലീറ്റ് എംപ്ലോയി എന്ന് പറഞ്ഞ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യണം. ഡിലീറ്റ് എംപ്ലോയി ഡോട്ട് പി എച്ച് പി എന്ന് പറഞ്ഞ ഫയൽ ക്രിയേറ്റ് ചെയ്തു. അതിൽ നമുക്ക് HTML ഒന്നും ആവശ്യമില്ല, ജസ്റ്റ് കോഡ് പ്രോസസ് ചെയ്തിട്ട് റീഡയറക്ട് ചെയ്താൽ മാത്രം മതി. അപ്പൊ അതിൽ നമ്മൾ ചെയ്യുന്നതാണ് ഡാറ്റാബേസ് ഇൻക്ലൂഡ് ചെയ്തു, എംപ്ലോയി ഇൻക്ലൂഡ് ചെയ്തു. എന്നിട്ട് ഡാറ്റാബേസ് നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അതേപോലെ തന്നെ എംപ്ലോയിയും യൂസ് ചെയ്യണം. എന്നിട്ട് നമ്മളവിടെ നെയിം സ്പേസ് കൊടുത്തുകൊണ്ടാണ് അത്. എന്നിട്ട് നമ്മൾ ചെക്ക് ചെയ്യാണ് ഇഫ് ഇസ് ഗെറ്റ് ഓഫ് ഐ ഡി. പിന്നെന്താണ്, അങ്ങനെ ഐ ഡി ഉണ്ടെങ്കിൽ ഗെറ്റിൽ $_get എന്ന് പറയുന്ന ഒരു ഗ്ലോബൽ വേരിയബിൾ ഐ ഡി ഉണ്ടെങ്കിൽ ആൻഡ് നോട്ട് ഈക്വൽ ടു എം ടി ആണോ അല്ലെന്ന് ചെക്ക് ചെയ്യാൻ. ഈ ഫംഗ്ഷനിലേക്ക് നിങ്ങൾ ഒരു വേരിയബിൾ പാസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ എം ടി ആണോ അല്ലേ എന്നുള്ളത് കാണിക്കും. അപ്പൊ നോട്ട് എം ടി, അതായത് എം ടി അല്ല, ഐ ഡി ഈക്വൽ ടു ജസ്റ്റ് എം ടി സ്ട്രിങ് കൊടുത്താൽ വർക്ക് ആവില്ല. ഐ ഡി ഈക്വൽ ടു 1 2 അങ്ങനെ ഐ ഡി എന്തെങ്കിലും കൊടുത്തിരിക്കണം. അതും കൂടെ ചെക്ക് ചെയ്യണം. എന്നിട്ട് എന്താണ്, ഡാറ്റാബേസിന്റെ കണക്ഷൻ അവിടെ ഉണ്ടാക്കി, ന്യൂ ഡാറ്റാബേസ്, എന്നിട്ട് DB ഡാറ്റാബേസ് കണക്ട് എംപ്ലോയി എന്താണ് ന്യൂ എംപ്ലോയി ഉണ്ടാക്കി. എന്നിട്ട് ഐ ഡി നമ്മൾ ആ വേരിയബിൾ എടുത്ത് വെച്ചു. എന്നിട്ട് വിളിക്കാൻ ഇഫ് എംപ്ലോയി എന്ന ഡിലീറ്റ് ഫംഗ്ഷൻ വിളിച്ച് ഐ ഡി പാസ് ചെയ്തു. അത് ഓക്കെ ആണ്. ട്രൂ ആണെങ്കിൽ എന്ത് ചെയ്യണം, ഹെഡർ ലൊക്കേഷൻ ഇൻഡെക്സ് PHP ഇൻഡെക്സിലേക്ക് റീഡയറക്ട് ചെയ്യണം. എന്നിട്ട് എക്സിറ്റും കൊടുത്തു. എൽസ് എന്താണ്, എറർ ഡിലീറ്റ് എക്കോ എറർ ഡിലീറ്റിംഗ് എംപ്ലോയി എറർ ആണെന്നുള്ള ഒരു ടെക്സ്റ്റ് കൂടെ പ്രിന്റ് ചെയ്ത് കാണിക്കും. ഇത്രയാണ് ചെയ്യുന്നത്. അതിൽ നമ്മൾ ഡാറ്റാബേസ് കണക്ഷൻ ഒക്കെ ചെയ്തതിന് ശേഷം നമുക്ക് ഒന്ന് ക്ലോസ് ചെയ്യാൻ കൂടെ ഉണ്ട്. ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആഡിൽ നമ്മൾ ഓൾറെഡി ക്ലോസ് ചെയ്തിട്ടുണ്ടാവും. ആഡിൽ നമ്മൾ ക്ലോസ് ചെയ്തിട്ടില്ല, ഇൻഡെക്സിൽ നമ്മൾ ക്ലോസ് ചെയ്തിട്ടുണ്ട്, DB ക്ലോസ്. അതേപോലെ തന്നെ ആഡിലും ഡിലീറ്റിലും നമുക്ക് കണക്ഷൻ ക്ലോസ് ചെയ്യാം. ഡിലീറ്റിൽ ഇവിടെ നമുക്ക് ഹെഡർ കൊടുത്തു കഴിഞ്ഞിട്ട് റീഡയറക്റ്റിന് മുമ്പ് ക്ലോസ് ചെയ്യുന്നില്ല. അതിന് ശേഷം അതായത് ഡിലീറ്റ് സക്സസ് ആയതിനു ശേഷം ഇവിടെ നമുക്ക് ക്ലോസ് ചെയ്യാം, DB ക്ലോസ്. അതേപോലെ തന്നെ ആഡിലും നമ്മൾ എല്ലാ ഫംഗ്ഷനാലിറ്റിയും ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് നമുക്ക് ക്ലോസ് ചെയ്യാം. ഇവിടെ കണക്ട് ചെയ്യുന്നുണ്ട്, ഓക്കെ കണക്ട് ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് എന്തായാലും നമുക്കൊരു ഇവിടെ PHP കോഡ് ഉണ്ട്, അവിടെ ആയിട്ട് നമുക്ക് ക്ലോസ് ചെയ്യാം. ഒന്നുകൂടെ റീഫ്രഷ് ചെയ്തു, ഇതിൽ വർക്കിംഗ് ആണ്. ഈ ലാസ്റ്റിൽ എംപ്ലോയിനെ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഡിലീറ്റ് ക്ലിക്ക് ചെയ്തു, ഓക്കെ കൊടുത്തു. ഓക്കെ കൊടുത്തപ്പോൾ ആ ഫയലിലേക്ക് പോയി, ഡിലീറ്റിലേക്ക് പോയി, അവിടുന്ന് ഡിലീറ്റ് ചെയ്ത് തിരിച്ച് നമ്മൾ ഈ പേജിലേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ ആ എംപ്ലോയി ഡിസപ്പിയർ ആയിട്ടുണ്ട്, അതായത് ആ എംപ്ലോയിനെ ഡിലീറ്റ് ചെയ്തു. അങ്ങനെ നമ്മൾ ഈ ഒരു HRMSലെ എംപ്ലോയിനെ മാനേജ് ചെയ്യാനുള്ള എല്ലാ ഫംഗ്ഷനാലിറ്റീസും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഈ വീഡിയോ കംപ്ലീറ്റ് കാണാം. കണ്ടതിന് ശേഷം
ഓരോന്നും ചെയ്ത് നോക്കുക. ചിലപ്പോൾ നിങ്ങൾക്ക് എല്ലാം ഒരുമിച്ച് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. അപ്പൊ നിങ്ങൾ പോസ് ചെയ്ത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെയ്യുക. പിന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് ആദ്യം മനസ്സിലായിട്ടില്ലെങ്കിൽ പല തവണയായിട്ട് റിപ്പീറ്റ് ചെയ്ത് വീഡിയോ കണ്ട് മനസ്സിലാക്കി ചെയ്യുക. എന്ത് സംശയം ഉണ്ടെങ്കിലും കമന്റ് ചെയ്തോ അല്ലെങ്കിൽ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്തോ ചോദിക്കുക. ഏത് സമയത്താണെങ്കിലും നിങ്ങൾക്ക് വാട്സാപ്പിലാണെങ്കിലും റിപ്ലൈ തരും. എന്തെങ്കിലും എറേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ വീഡിയോ കണ്ട് പല പ്രാവശ്യം കണ്ട് മനസ്സിലാക്കി ചെയ്ത് നോക്കിയിട്ട് വീണ്ടും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതാണ്. അതിനനുസരിച്ച് നിങ്ങൾക്ക് കൂടുതലായിട്ട് പഠിക്കുകയും പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് ഓരോ വീഡിയോയിലും PHP ആയാലും HTML ആയാലും ഏതായാലും നമുക്ക് കംപ്ലീറ്റ് A to Z പഠിപ്പിക്കാൻ പറ്റില്ല. ബാക്കി കാര്യങ്ങൾ നിങ്ങൾ ഇതിന്റെയൊക്കെ ഡോക്യുമെന്റേഷൻ ഒക്കെ നോക്കി പല തവണ നിങ്ങൾ പല ഫംഗ്ഷനാലിറ്റീസ് ഒക്കെ പഠിച്ചും ചെയ്തും ഉപയോഗിച്ച് നോക്കുക. അതേപോലെ സംശയങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുക. ഡോക്യുമെന്റേഷൻസ് ഒക്കെ വായിച്ചു നോക്കുക. PHPയിൽ ഏതൊക്കെ ഫംഗ്ഷൻസ് അവൈലബിൾ ആണ്, അല്ലെങ്കിൽ സ്ട്രിംഗ് ഫംഗ്ഷൻസ് ഏതൊക്കെയാണുള്ളത്, അറേ ഫംഗ്ഷൻസ് ഏതൊക്കെയാണുള്ളത്, അങ്ങനെയൊക്കെ സെർച്ച് ചെയ്ത് പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക.